അധികാരികളിൽ അന്യായം കാണുമ്പോൾ അധികാരികളുടെ അരമനകളിൽ കയറി ഇറങ്ങിയിട്ട് അവരുമായി സൗഹൃദം പങ്കുവെക്കലല്ല പണ്ഡിത ധർമ്മമെന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലപ്പോൾ. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ കാലം ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2014 വരെയുള്ള ഇന്ത്യയുടെ സമകാല ചരിത്രം പരിശോധിക്കുമ്പോൾ, മുഹമ്മദ് അഖ്ലാഖ് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഒരു വിഭാഗത്തെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ നിരന്തരമായി വേട്ടയാടാനുള്ള പദ്ധതികളും പ്രോപ്പഗണ്ടകളും കൃത്യമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സമുദായത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അത്തരം ധിക്കാരികളായ ഭരണാധികാരികളുടെ അരമനയിൽ കയറി ചെന്നുകൊണ്ട് അവർക്ക് ഓശാന പാടുന്നത് الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله العظيم. ഏറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മെ അള്ളാഹു റമളാനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം ഇനിയുള്ള എല്ലാ രാവും പകലും നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും വിലക്കിയിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഗൗരവത്തിലും പ്രാധാന്യത്തോടും കണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പാലിക്കുവാൻ ഞാനും നിങ്ങളും നിരന്തരമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അതായത് മുത്തഖീങ്ങളായ അടിമകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ സമാഗതമായിരിക്കുകയാണല്ലോ. നമ്മൾ സാധാരണ പറയാറുണ്ട്, പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമളാൻ എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുകയാണെങ്കിൽ അത്രമേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യമാസമാണ് റമളാൻ. ഒരു സംശയവും അതിലില്ല. ആ പെയ്തിറങ്ങുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒരു മഴയോട് ഉപമിച്ചാൽ, ആ പെയ്തിറങ്ങുന്ന മഴയെ സ്വീകരിക്കാൻ പാകപ്പെട്ട മണ്ണ് വേണം, ഭൂമി വേണം. ഇല്ലെങ്കിൽ അത് വെള്ളപ്പൊക്കമായി വേസ്റ്റായി പോകും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഈ പരിശുദ്ധ റമളാനിൽ പെയ്തിറങ്ങുമ്പോൾ ആ റഹ്മത്തുകളെ സ്വീകരിക്കാൻ ഭൂമിയാകുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മൾ പാകപ്പെടുത്തണം. ഹൃദയത്തെ അതിനുവേണ്ടി നമ്മൾ സജ്ജമാക്കണം. ഹൃദയം എത്ര വലുതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലുപ്പം ഹൃദയത്തിനുണ്ട്. ഹൃദയമെന്ന് പറയുന്ന ആ വസ്തുവിനല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ചെറുപ്പവും അതിനുണ്ട്, അത്രയും ഇടുങ്ങിയ മനസ്സുമുണ്ട്. അതുകൊണ്ട് ഈ റമളാനിൽ നിരന്തരമായി നമ്മൾ നമ്മുടെ മനസ്സുകളെ പ്രാർത്ഥിക്കാറുണ്ടാഹു. മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദരി, അള്ളാഹുവേ എൻ്റെ മനസ്സിനെ എനിക്ക് നീ വിശാലമാക്കി തരണേ എന്ന്. അതൊരു വലിയ പ്രാർത്ഥനയാണ്.
ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതാണ് മനസ്സിൻ്റെ വിശാലത. അലം നശ്റഹ് ലക സ്വദറക്, പ്രവാചകരെ താങ്കൾക്ക് താങ്കളുടെ മനസ്സിനെ നാം വിശാലമാക്കി തന്നില്ലേ? ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, മനസ്സ് വിശാലമായ ഹൃദയം, മനസ്സ് നമുക്കുണ്ടാകണം. റമദാനിലെ പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റമദാൻ ധാരാളം സംഭവങ്ങൾ, എല്ലാ കിതാബുകളും ഖുതുബ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഖുതുബ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഒരു ഗഫ്ലത്തിൽ, അശ്രദ്ധയിൽ ആരും ഇരിക്കരുത്. ഖുതുബ ശ്രദ്ധാപൂർവം കേൾക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഒരിക്കൽ കൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കിതാബുകളും, പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ എല്ലാ വേദങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയത് ഈ മാസത്തിലാണ്, പരിശുദ്ധ റമദാനിലാണ്. നമുക്കറിയാം ഫതഹു മക്ക വിജയം നടന്നത് ഈ മാസത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ പോരാട്ടമായ ബദർ, ആ ബദർ സംഭവിച്ചിട്ടുള്ളത് ഒരു പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. മാത്രമല്ല റമദാൻ മാസത്തിലാണ് സത്യവിശ്വാസികൾ ഏറെ പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്ന ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 രാത്രിയേക്കാൾ മഹത്വമുള്ള, പുണ്യമുള്ള ഒരു രാത്രിയുണ്ട്. അത് പരിശുദ്ധ റമദാനിലാണ്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മുടെ ഖുതുബകളിൽ, തറാവീഹിന് ശേഷമുള്ള ക്ലാസ്സുകളിലൊക്കെ കടന്നു വരും. എല്ലാവരും എല്ലാ നിലക്കും സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെല്ലാം പുറമെ ഏറ്റവും വലിയ പ്രത്യേകത, റമദാനിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഓരോ സത്യവിശ്വാസിയും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉത്തരം പറയും, അത് പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക്, മാനവരാശിക്കാകമാനം പരിവർത്തനത്തിൻ്റെ മന്ത്രധ്വനികളുമായി പരിശുദ്ധ റബ്ബ് ഇറക്കിക്കൊടുത്ത മാസമാണ് എന്ന്. ഇതാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു ഓർമ്മയും ചിന്തയും ബോധവും നമുക്കെല്ലാവർക്കും ഈ റമദാനിൽ ഉടനീളം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നോമ്പ് നോക്കുന്നത്? റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ടാണല്ലോ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, അതിനാൽ, അതായത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതിനാൽ നിങ്ങൾ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലായി. പക്ഷെ നോമ്പ് എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ നേട്ടം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ, നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ നേട്ടം ഭൗതികമായ നേട്ടവും ആത്മീയമായ നേട്ടവുമുണ്ട്. പക്ഷേ ഖുർആനിൽ ആരാധനാ കർമ്മങ്ങളിൽ ഭൗതികമായ നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാറില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, നാം വുളൂ ചെയ്യണം, അത് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വുളൂ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകളും ആ സുന്നത്ത് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് കൊറോണ കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൂക്കിൽ, തരിമൂക്കിൻ്റെ ഭാഗത്താണ് ഈ വൈറസുകൾ ഇരിക്കുന്നത് എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അവിടെ അത് പിശാചിൻ്റെ കേന്ദ്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വുളൂ എന്ന ഒരു കർമ്മത്തിൽ മാത്രമുണ്ട് ഒരുപാട് ആരോഗ്യ ഘടകങ്ങൾ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇങ്ങനെ നിസ്കാരത്തിലുണ്ട്, നോമ്പിലുണ്ട്, ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളിലുമുണ്ട്. പക്ഷേ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം അത് ഉദ്ദേശിച്ചുകൊണ്ട് ആ നിയ്യത്തിൽ ആരും ചെയ്യാൻ പാടില്ല. അത് അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു നേട്ടം മാത്രമാണ്. ഏത് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ആത്മീയമായ നേട്ടത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള ഒരു നേട്ടവും ഒരു ആരാധനാ കർമ്മങ്ങൾ പറഞ്ഞപ്പോഴും പടച്ച റബ്ബ് എടുത്തുദ്ധരിച്ചിട്ടില്ല. പക്ഷേ നേട്ടമുണ്ട്, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് വളരെയേറെ ശ്രദ്ധിക്കണം. 2 വസ്തുക്കളാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇതാണ് മനുഷ്യൻ. എന്നാൽ ഇത് മാത്രമാണോ മനുഷ്യൻ? നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതാണ് മനുഷ്യൻ. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ കാത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഞാനാര്? എൻ്റേതാണല്ലോ കണ്ണ്, എൻ്റേതാണല്ലോ കാത്, എൻ്റേതാണല്ലോ നാവ്. അപ്പം ഞാനാര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഒരാൾ പറയും, എൻ്റെ മയ്യത്ത് നീ കുളിപ്പിക്കണം. എന്നെ കുളിപ്പിക്കണമെന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും, പക്ഷെ എൻ്റെ മയ്യത്ത് നീ കുളിപ്പിക്കണം. ഞാൻ പോയാലും
എൻ്റെ മയ്യത്ത് ഇവിടെ ഉണ്ടാകും എന്ന് വസിയത്ത് ചെയ്യാറുണ്ടല്ലോ ആളുകൾ. അപ്പം ഞാൻ ആരാണ്? അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളാൽ കൂട്ടിയിണക്കപ്പെട്ടതാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് മനുഷ്യനാകുന്നത്. ഒന്ന് മനുഷ്യൻ്റെ ബോഡി അഥവാ ജിസ്മ്, മറ്റൊന്ന് മനുഷ്യൻ്റെ റൂഹ്. അപ്പോൾ റൂഹില്ലാത്ത മനുഷ്യനെ നമ്മൾ ഇന്ന ഹാജിയാരെന്ന് വിളിക്കാറില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് എന്നേ പറയാറുള്ളൂ. കാരണം റൂഹ് ഉണ്ടാകുമ്പോഴേ അയാളുടെ പേരിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയുള്ളൂ. അപ്പോൾ മനുഷ്യനെ വളരെയേറെ ശ്രദ്ധിക്കണേ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ് എന്ന് പറയാറുണ്ട് എന്നല്ല, ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ എത്ര മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ, മനുഷ്യനെ പിന്നെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്, കൽ ഫഖാർ, മുട്ടിയാൽ ഇങ്ങനെ അതൊരു കലമാക്കി മാറ്റിയാൽ അതിങ്ങനെ കൊട്ടിയ സൗണ്ട് ഉണ്ടാകും. അങ്ങനെയുള്ള കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ഭാഗമാണ്, അതായത് ശരീരമാണ്. അവന്റെ ജിസ്മിനെയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് മുമ്പേ മനുഷ്യന്റെ റൂഹുണ്ട്. അപ്പൊ റൂഹും ശരീരവും ചേർന്നതാണ്. അപ്പൊ റൂഹി എന്താ? അപ്പൊ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ കണ്ണിന്, കാതിന്, നാവിന് നമ്മൾ എക്സസൈസ് ചെയ്യും, ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തും. അതുപോലെ പിന്നെ വെള്ളം വളരെ കുടിക്കണമെങ്കിൽ കുടിക്കും, അതൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കും. എന്തെങ്കിലും അസുഖം ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളെ പിടിപെട്ടാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണും, അതിന് ചികിത്സ തേടും. ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ചികിത്സിക്കുന്നുള്ളൂ എന്നർത്ഥം. എന്നാൽ ശരീരത്തെയാണ് ചികിത്സിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ഒരു ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റൂഹ്. റൂഹില്ലെങ്കിൽ മനുഷ്യനില്ല. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്കൊക്കെ 4 മാസം പ്രായമുള്ളപ്പോൾ ആദ്യത്തെ 40 ദിവസം ഖുർആൻ പറഞ്ഞു നുത്തുഫത്താണ്. നുത്തുഫത്ത് ബീജം, ഇന്ദ്രിയത്തുള്ളിയായും, പിന്നത്തെ 40 ദിവസം അത് അലക്കത്തായും അഥവാ ഭ്രൂണമായും, പിന്നെ അലക്കത്തി എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്നർത്ഥമുണ്ട്. അലക്കത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അട്ട എന്നർത്ഥമുണ്ട്. അട്ടക്ക് അലക്കത്തി എന്ന് പറയും. അലക്കത്തി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം എന്നർത്ഥമുണ്ട്. ഇതിങ്ങനെയൊക്കെ അർത്ഥമുള്ളതാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ നാം അലക്കിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ 2ാമത്തെ ഘട്ടമാണ്. ആദം നബിയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. നമ്മളൊക്കെ നുത്തുഫത്തിൽ നിന്ന്, ആ നുത്തുഫത്ത് രൂപാന്തര പരിണാമത്തിലൂടെ പിന്നെ അലക്കത്തായി മാറുന്നു. അപ്പോൾ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയാകുന്ന അലക്കത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ ആദ്യമേ അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തേണ്ട കാര്യം അതാണ്, നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ആദ്യത്തെ 40 ദിവസം നമ്മൾ കേവലം നുത്തുഫത്താണ്, ഇന്ദ്രിയത്തുള്ളിയാണ്. പിന്നത്തെ 40 ദിവസം അലക്കത്താണ് അഥവാ ഭ്രൂണമാണ്, രക്തക്കട്ടയാണ്, അത് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഗർഭപാത്രത്തിൻ്റെ ഒരു മൂലയിൽ ഒട്ടിപ്പിടിക്കുമെന്ന് ആധുനിക സയൻസ് അത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 40 ദിവസം മുളകത്താണ്, മാംസക്കഷ്ണമാണ്. അങ്ങനെ 340 കൂടിയാൽ 4 മാസമാകുന്നു. 4 മാസം പ്രായമാകുമ്പോഴാണ് കുട്ടിയുടെ വളർച്ച. 4 മാസം എത്തുമ്പോഴാണ് ഈ കുട്ടിയിൽ റൂഹി എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സംഗതി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യസ്അലൂനക, പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുകയാണല്ലോ, അനിർ റൂഹി, റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്. യസ്അലൂനക അനിർ റൂഹി, കുൽ, പറയുക നബിയെ, കുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. ഒരു സയൻസിനും ഖിയാമത്ത് നാൾ വരെ റൂഹ് എന്താണെന്ന് തെളിയിക്കാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. മനസ്സ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കാൻ സാധിച്ചിട്ടില്ല സയൻസിന്. സയൻസിനൊക്കെ പരിധിയുണ്ട് സഹോദരങ്ങളെ. സയൻസിനപ്പുറമാണ് പ്രവാചകന്മാർ, അതിനപ്പുറമാണ് സയൻസിനെ പോലും സൃഷ്ടിച്ചിട്ടുള്ള പടച്ച റബ്ബ്. എന്തെങ്കിലും കാണുമ്പോഴേക്ക്, കേൾക്കുമ്പോഴേക്ക് അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്ന കോലത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് വലുതായി പോകല്ലേ. സയൻസൊക്കെ വളരെ പരിമിതമായ ചില നിഗമനങ്ങളാണ്. ഇന്നൊന്ന് നാളെ മറ്റൊന്നായി മാറാം. സയൻസ് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്, അത് വേറെ വിഷയം.
എന്നാൽ സയൻസിന് കണ്ടെത്താൻ കഴിയാത്തതാണ് മനുഷ്യന്റെ മനസ്സ്. എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ കഴിയുകയുമില്ല. അതിനപ്പുറമാണ് മനുഷ്യന്റെ റൂഹ്. എന്താണെന്ന് കണ്ടെത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം ഖുലി റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ കുറിച്ച് അവർ അന്വേഷിച്ചാൽ അതെന്റെ റബ്ബിന്റെ പ്രത്യേക കാര്യത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ മതി നബിയെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് നോളജ് വളരെ കുറവാണ്. നമ്മൾ കുറച്ച് പുസ്തകം വായിക്കുമ്പോഴേക്ക്, കുറച്ച് വീഡിയോ കാണുമ്പോഴേക്ക്, കുറച്ച് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴേക്ക് എന്തോ ആയി എന്നൊന്നും ആരും വിചാരിക്കല്ലേ. പടച്ച റബ്ബുണ്ട് ഇതിൻ്റെ എല്ലാം മുകളിൽ. നമ്മയൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഉടയ തമ്പുരാനുണ്ട്. ആ അള്ളാഹുവിനെ മറന്നും പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ താന്തോന്നികളായി പോകല്ലേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ റൂഹാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഈ പറഞ്ഞതിൽ നിന്നും മറ്റു ധാരാളം ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വളരെ സ്പഷ്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് റൂഹ് എന്താണ് നമുക്കറിയില്ല, മനസ്സ് എന്താണ് എന്ന് നമുക്കറിയില്ല, കൽബില്ല. കൽബ് നമുക്കറിയാം. കൽബ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു മാംസക്കഷ്ണമാണ് കൽബ് എന്ന് പറയുന്ന സാധനം. അതുമായി അത് വേണമെങ്കിൽ അതൊരു സിം കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിമ്മ് മൊബൈലിൻ്റെ സിമ്മാണ്. നമ്മുടെ ശരീരമാകുന്ന മൊബൈലിലുള്ള ഒരു സിമ്മാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ കൽബ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു എക്സാമ്പിൾ. എന്നിട്ട് അതിലേക്ക് കണക്ഷൻ എടുക്കണം, നെറ്റ്വർക്ക്. അതാണ് ഈമാൻ. ആ നെറ്റ്വർക്ക് റേഞ്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അത് റേഞ്ച് കൂടണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നെറ്റ്വർക്ക് കറക്റ്റാക്കാൻ 2Gയും പിന്നെ 3Gയും പിന്നെ 4Gയും ഇപ്പോൾ 5G ഒക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല നെറ്റുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മനസ്സ് എന്ന് പറയുന്നത്, പിന്നെ ഈ മനസ്സ്, അതുപോലെ നഫ്സ്, റൂഹ് എന്നൊക്കെ പറഞ്ഞത് വലിയ മറ്റൊരു പഠന മേഖലയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ, തത്വചിന്തകനായ ഗസാലി ഇമാമിനെ പോലുള്ള ഇമാമിങ്ങൾ വലിയ ആയത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കൽ എളുപ്പമല്ല. എന്തായാലും നമ്മുടെ കൽബുമാകുന്ന ഈ സിം കാർഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കൺട്രോളിലല്ല. എപ്പോൾ വേണമെങ്കിലും റേഞ്ച് പോകാം. അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. റേഞ്ച് പോകുക എന്ന് പറഞ്ഞാൽ ഈമാൻ പോകുക എന്നർത്ഥം. റേഞ്ച് കുറയുക എന്ന് പറഞ്ഞാൽ ഈമാൻ കുറയുക എന്നർത്ഥം. അല്ലാഹു തആല നല്ല റേഞ്ചുള്ള, അതായത് നല്ല ഈമാനുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാൻ എന്തിന് എന്ന് ചോദ്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ചുവല്ലോ. നോമ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ ലഅല്ലകും തത്തഖൂൻ. ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരാൻ വേണ്ടി. അപ്പം നമ്മുടെ ഈമാനിൻ്റെ കുറേ ഫലങ്ങളുണ്ട്. ഈമാനിന് കുറേ ഫലങ്ങളുണ്ട്. റൂഹിനെ പരിപോഷിപ്പിക്കുന്ന അവസ്ഥകൾപ്പെട്ട ഈമാന്, തഖ്വ, ഇഖ്ലാസ്, തവക്കുല്, ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് അതിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, അങ്ങേ അറ്റത്തെ സൂക്ഷ്മത പുലർത്തുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കലിലൂടെ എത്തിപ്പെടണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്തു ശംസിലെ നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഏതാനും ചില ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹാ, ആത്മാവാണ് സത്യം, റൂഹാണ് സത്യം, വമാ സവ്വാഹ, അതിൻ്റെ ആ സൃഷ്ടിപ്പ് രീതിയാണ് സത്യം. അതൊരു പ്രത്യേക രൂപത്തിലാണ് അല്ലാഹു തആല റൂഹിനെ സംവിധാനിച്ചിട്ടുള്ളത്. എന്തിനാ അല്ലാഹ് അങ്ങനെ സംവിധാനിച്ചു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പടച്ചോൻ ചെയ്തതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് പകലായി എന്ന് ഒരാൾ ചോദിച്ചാൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുള്ളൂ. അത് പകല് മാറാനൊന്നും പോണില്ല. അത് പകല് തന്നെയാണ്, രാത്രി തന്നെയാണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അതുകൊണ്ട് നഫ്സിന്റെ അവസ്ഥ ഒരു പ്രത്യേക രീതിയിലാണ് റൂഹിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വനഫ്സിൻ വമാ സവ്വാഹ. എന്നിട്ട് അല്ലാഹ് എന്ത് ചെയ്യുന്നറിയോ? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അതിൻ്റെ നന്മയും തിന്മയും അല്ലാഹു തആല കുടിപ്പിച്ചിട്ടുണ്ട്. അൽഹമ എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക. ഈ കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിയണം. ഒരാൾ വിഷം കുടിച്ചാൽ അതിന് വയറ്റിക്ക് മാത്രമല്ല പോകുക,
അത് അയാളുടെ രക്തത്തിലെ അലിയും അയാളുടെ ശരീരത്തെ മൊത്തം എന്ത് ചെയ്യും? കേടുവരുത്തും, മരണത്തിലേക്ക് അയാളെ തള്ളപ്പെടുന്നത് പോലെ ആ ഒരു പ്രയോഗമാണ് അൽഹമ, കുടിപ്പിക്കുക. അതായത് എല്ലാ റൂഹിനും അതിൻ്റെ നന്മയും തിന്മയും എന്താണെന്ന് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നന്മയുടെ അവസ്ഥയിലേക്കും ചായാം, തിന്മയുടെ അവസ്ഥയിലേക്കും ചായാവുന്ന പളങ്കുപാത്രം പോലെ പറയാവുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ റൂഹ്. അതിനെ കേടുവരാതെ നമ്മൾ സൂക്ഷിക്കണം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. ഈ ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ, ഈ ഒരു ജിഹാദാണ് നമ്മുടെ ജീവിതം, അല്ലേ? മനസ്സിൽ ചില ടൈമിൽ വളരെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തൂല്ലേ? ഭയങ്കര നിസ്കാരവും കാര്യങ്ങളും ഈമാനും വാപ്പാനോടും ഉമ്മാനോടും കെട്ടികളോടും കുട്ടികളോടൊക്കെ എന്തെന്നില്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ചില ടൈമിൽ നമ്മൾ വളരെ ഡൗൺ ആകും. ഇത് രണ്ടും സംഭവിക്കും. അപ്പം ഈ ഒരു പോരാട്ടമാണ്, നഫ്സിനെതിരെയുള്ള, മനസ്സിനെതിരെയുള്ള സമരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെ. അക്ബറുൽ ജിഹാദി ജിഹാദുൻ നഫ്സ്, ഏറ്റവും വലിയ പോരാട്ടം, ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും വലിയ സമരം സ്വന്തത്തിനെതിരെയുള്ള സമരമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ പങ്കാളികളാകണം. ആ പോരാട്ടത്തിൽ വിജയിച്ചാൽ, ആ പോരാട്ടത്തിൽ ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. ആര്? മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ. എങ്ങനെ സംസ്കരിക്കണം? ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്. എത്ര മനോഹരമായ ഉദാഹരണമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പ് പരിച പോലെയാണ്. പുതിയ കുട്ടികൾക്കൊക്കെ അറിയില്ലേ പരിച? അത് പഴയ ഒരു ഉദാഹരണമാണ്. പരിച, ഒരു യുദ്ധക്കളത്തിലേക്ക് ഒരു യോദ്ധാവ് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ രണ്ട് സാധനമുണ്ടാകും. വലത്തെ കയ്യിൽ വാളുണ്ടാകും, ഇടത്തെ കയ്യിൽ പരിചയുണ്ടാകും. ഇത് രണ്ടുമായിട്ട് വേണം ഇറങ്ങാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്, വാളാണ്. ദുആയാകുന്ന വാള് നിങ്ങളുടെ വലത്തെ കയ്യിൽ വേണം. കാരണം വാളില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ എളുപ്പം പരാജയപ്പെടും, ശത്രുവിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെയാ പരാജയപ്പെടുത്തേണ്ടത്? അമുസ്ലിങ്ങളെയാണോ? അല്ല, നമ്മൾ പരാജയപ്പെടുത്തുന്നത് നമ്മളെയാണ്, നമ്മുടെ നഫ്സിനെയാണ്. പിശാചിനെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ മടിക്കല്ലേ. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആയുടെ ഓരോ വാക്കുകളും മുറിവായി വെട്ടായി കൊള്ളുന്നത് പിശാചിനെയാണ്, ശൈത്താനെയാണ്, മനസ്സിനെതിരെയുള്ള തോന്നലുകൾക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുആ നന്നായി ചെയ്യണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്, വാളാണ്. ദുആ ഇല്ലാതെ ആരും യുദ്ധക്കളത്തിലേക്ക്, ജീവിതമാകുന്ന പോരാട്ട ഭൂമിയിലേക്ക് വിശ്വാസികളെ, ഈ ആയുധമാകുന്ന ദുആ ഇല്ലാതെ നിങ്ങൾ ഇറങ്ങരുത്. അപ്പൊ ഒരു കയ്യിൽ സിലാഹ്, ഈ ആയുധം, മറ്റേ കയ്യിൽ എന്ത് വേണം? ആയുധം എന്തിനാ? ശത്രുവിനെ നിരന്തരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കാനാണ് ഈ ആയുധമെങ്കിൽ ഈ കയ്യിൽ എന്താ? പരിചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്ന, അസ്സൗമു ജുന്ന, നോമ്പാണ് പരിച. നോമ്പ് പരിചയാണ്. പരിച എന്തിനാ? ശത്രുവിനെ പ്രതിരോധിക്കാനാണ്. ശത്രുവിന്റെ വെട്ടുകൾ നമ്മുടെ മേൽ കൊള്ളാൻ പാടില്ല. നോമ്പെടുത്താൽ പിശാചിന് നമ്മളെ തൊടാൻ പോലും പറ്റൂല. അതാണ് നോമ്പ്. നോമ്പ് പരിചയാണ്. പിശാചിന് തൊടാൻ കഴിയില്ല നിങ്ങൾ ആത്മീയമായ പരിശുദ്ധ ഇസ്ലാം പറയുന്ന രീതിയിലുള്ള നോമ്പാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരു പരിചയേന്തിയ യോദ്ധാവിനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ യുദ്ധത്തിൽ ആത്മാവിനെ സംസ്കരിച്ചാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവൻ, സംസ്കരിച്ചവൻ തീർച്ചയായും വിജയിച്ചു. ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ പിന്നെ വിജയിച്ചേക്കാം എന്നൊന്നുമല്ല, ഉറപ്പായിട്ടും അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതല്ല, ആ ആത്മാവിനെ ഒരാൾ ചവിട്ടിത്താഴ്ത്തിയാൽ, ആത്മാവ് ഇങ്ങനെ എന്ത് ചെയ്യും? നന്മ ഇങ്ങനെ പ്രചോദിപ്പിക്കും നമ്മളോട്. ഒരാൾ മോഷണം നടത്താൻ പോവുകയാണെങ്കിൽ പലതവണ പറയും, വേണ്ട, അത് ശരിയല്ല, നീ മോഷ്ടിക്കാൻ പാടില്ല. മനസ്സിങ്ങനെ പറയുന്നുണ്ടാകും. ഒരു തിന്മ ചെയ്യുമ്പോൾ, ഏത് തിന്മയാകട്ടെ, ഒരു തിന്മ ചെയ്യുമ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ, പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കറുത്തു പോകും. ആദ്യമൊക്കെ മനസ്സിങ്ങനെ പറയും, അത് വേണ്ടട്ടാ, നിനക്ക് നല്ലതല്ല, പിന്തിരിഞ്ഞോളൂ എന്ന് പലതവണ മനസ്സ് പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ആ മനസ്സിനെ ഒരു ചെടി നമ്മൾ വിത്ത് കുഴിച്ചിട്ടപ്പോൾ അതിങ്ങനെ മുളച്ചു വരുന്നു, അതിങ്ങനെ പൊന്തി വരുമ്പോൾ ഒരാൾ പോയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചവിട്ടി താഴ്ത്തി അതിനെ വളരാൻ അനുവദിക്കാത്തതുപോലെ മനസ്സിങ്ങനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അവൻ അതിനെ എന്ത് ചെയ്യും? ദസ്സാഹ, അതിനെ ചവിട്ടി താഴ്ത്തുകയാണ്. ഈ പോരാട്ടം റമളാനിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ നടത്തണം. അവർ വിജയിക്കും.
വിജയിക്കും ആരെ? മനസ്സിനെ സംസ്കരിച്ചവൻ. മനസ്സിനെ മലിനമാക്കിയ തോറ്റുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തുടർന്നുള്ള ആയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സ് മലിനമായി തോറ്റുപോയ ഒരു സമൂഹത്തിന്റെ കഥയാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹ് പറഞ്ഞു, കദ്ദബത് സമൂദ് ബിത്തഖ്വാഹാ. സമൂദ് ഗോത്രം അവരുടെ ധിക്കാരം മൂലം അള്ളാഹുവിൻ്റെ റസൂലിനെ കളവാക്കി. ഏതാ സമൂദ് ഗോത്രം? ഏതാ അവരുടെ റസൂല്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയാണ് സമൂദ് ഗോത്രം. അവരിലേക്ക് അയക്കപ്പെട്ട നബിയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. അവർ നിരന്തരമായി ആവശ്യപ്പെട്ട് അള്ളാഹു തആല പ്രവാചകനിലൂടെ ഒരു മുഅ്ജിസത്ത് അവർക്ക് നൽകി. അതൊരു ഒട്ടകമായിരുന്നു. നമ്മൾ പഠിക്കണം, പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ നന്നായി വായിച്ചു മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് ധാരാളമാണ്. ഔലിയാക്കളുടെ കറാമത്ത് ധാരാളമാണ്. ഇതിനൊക്കെ നിഷേധിക്കുന്നവൻ ദീനിൽ നിന്ന് ഔട്ടാണ്. ചന്ദ്രൻ പിളർന്ന സംഭവം ഇപ്പൊ പറയാൻ സമയമില്ല. ചന്ദ്രൻ രണ്ടായി പിളർന്നിട്ടുണ്ട് ചരിത്രത്തിൽ. അതിനെ കേരളത്തിൽ നിന്ന് കണ്ട, കേരളത്തിന്റെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ചേരമാൻ പെരുമാൾ അത് കണ്ടുവെന്നും അന്ന് അറേബ്യയിൽ നിന്ന് വന്ന യാത്രക്കാരായ, സഞ്ചാരികളായ, ദായികളായ മഹാന്മാരായ സഹാബത്തിനോട് അതിനെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും കൃത്യമായി കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെ കാണാൻ മക്കയിൽ പോയി എന്നതൊക്കെ ചരിത്രമാണ്. കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് ഒരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന കറാമത്തും സത്യമാണ്. കറാമത്തിന്റെ വേറൊരു വശമുണ്ട്. കള്ളക്കഥകളും ഇല്ലാത്ത കഥകളും നുണകളും പറഞ്ഞ് കറാമത്താന്ന് എന്ന് പറഞ്ഞ് കാശുണ്ടാക്കുന്ന അതല്ല. അതിനെ ശക്തമായി വിമർശിക്കുന്നതോടൊപ്പം കറാമത്താണ്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായി അല്ലാഹു തആല ആ കൗമ് ജനത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒട്ടകം, ഒരു പാറ പിളർന്നുകൊണ്ടാണ് ഒട്ടകം വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ ഒട്ടകത്തെ നിങ്ങൾ തൊട്ടേക്കരുത്, അതിന്റെ ജലപാലം നിങ്ങൾ തടയരുത്. ഇവരെന്ത് ചെയ്തു? കദ്ദബത് സമൂദ് ബിത്തഖ്വാഹ. മോശപ്പെട്ട മനസ്സിന്റെ ഉടമകളായില്ലേ ഇവര്? ആത്മാവിനെ മലിനമാക്കിയവരായില്ലേ ഇവർ? അങ്ങനെ മലിനമാക്കിയാൽ എന്ത് ധിക്കാരവും ചെയ്യാൻ അവർ ധൈര്യപ്പെടും എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. മനസ്സ് മോശപ്പെട്ട ആളുകളാണ് ഭാര്യമാരോട് മോശമായി പെരുമാറുക, മാതാപിതാക്കളോട് മോശമായി പെരുമാറുക, സഹപാഠികളോടും സഹപ്രവർത്തകരോടും അയൽവാസികളോടുമൊക്കെ വളരെ മോശമായി പെരുമാറാൻ കഴിയുന്നത് മലിനമായ മനസ്സിന്റെ ഉടമകൾക്കാണ്. പരിശുദ്ധമായ മനസ്സുള്ളവർക്ക് അങ്ങനെ കഴിയുകയേ ഇല്ല. അങ്ങനെ മലിനമായ മനസ്സിന്റെ ഉടമകളാണ് ഈ ഗോത്രം. അവരിലെ പരമ നിർഭാഗ്യവാനായ ഒരാൾ ആ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു. ഏതാ റസൂല്? അന്നത്തെ റസൂല് സ്വാലിഹ് നബി അലൈഹിസ്സലാമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാന്റെ ഒട്ടകത്തെ അതിന്റെ പാട്ടിന് വിട്ടേക്കു കൂട്ടരെ. അതിന്റെ വെള്ളം അത് കണ്ടെത്തിക്കോളും, നിങ്ങൾ അതിനെ തടയല്ലേ എന്ന് ഈ പ്രവാചകൻ അവരോട് കെഞ്ചി പറയണം. സമൂഹത്തിൽ അധർമ്മം നടമാടുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തൽ പ്രവാചകന്മാരുടെ ബാധ്യതയാണ്. പ്രവാചകന്മാരുടെ കാലശേഷം ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അധികാരികളിൽ അന്യായം കാണുമ്പോൾ അധികാരികളുടെ അരമനകളിൽ കയറി ഇറങ്ങിയിട്ട് അവരുമായി സൗഹൃദം പങ്കുവെക്കലല്ല പണ്ഡിത ധർമ്മമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ കാലം ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2014 വരെയുള്ള ഇന്ത്യയുടെ സമകാല ചരിത്രം പരിശോധിക്കുമ്പോൾ, മുഹമ്മദ് അഖ്ലാഖ് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഒരു വിഭാഗത്തെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ നിരന്തരമായി വേട്ടയാടാനുള്ള പദ്ധതികളും പ്രോപ്പഗണ്ടകളും കൃത്യമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമുദായത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അത്തരം ധിക്കാരികളായ ഭരണാധികാരികളുടെ അരമനയിൽ കയറി ചെന്നുകൊണ്ട് അവർക്ക് ഓശാന പാടുന്നത് വളരെ മോശമായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്യായം കാണുമ്പോൾ അത് അന്യായമാണെന്ന് പറയാനുള്ള തന്റെ ഇടമാണ് യഥാർത്ഥ ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, പാരത്രിക ബോധമുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാകേണ്ടത്. ദുനിയാവിന്റെ പണ്ഡിതന്മാരുടെ ലക്ഷണം മഹാനായ ഗസാലി ഇമാം എണ്ണി പറഞ്ഞു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ. അതിലൊന്ന്, അവർ ഭരണാധികാരികളുടെ അരമനകളിലെ നിത്യ സന്ദർശകരായിരിക്കും എന്നുകൂടി ഗസാലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ദിശാബോധമുള്ള നേതൃത്വത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇത് പണ്ഡിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്തമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാ വസുഖിയാഹ, എന്തിനാണ് കൂട്ടരെ ആ ഒട്ടകത്തെ നിങ്ങൾ കൊല്ലാൻ തുനിയുന്നത്? നിങ്ങൾ കൊല്ലല്ലേ. അവരെന്ത് ചെയ്തു? ഫകദ്ദബൂഹു ഫഅകറൂഹാ, പക്ഷേ അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. അവര് തള്ളി. അത്രയും ധിക്കാരമാണ്. മനസ്സ് മലിനമാണ്, അതന്നെ, വേറെ ഒന്നുമല്ല. മനസ്സ് മലിനമായ മനുഷ്യൻ അത്ര മോശമാകും. ഫകദ്ദബൂഹു ഫഅകറൂഹാ, അവര് പിന്നെ സ്വാലിഹ് നബിയെ തള്ളിക്കളയുകയും ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ചെയ്തു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, അപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ പെട്ടെന്ന് തന്നെ അല്ലാഹു തആല അവരിൽ അല്ലാഹുവിന്റെ ശിക്ഷ അങ്ങോട്ട് നടപ്പിലാക്കി. ആ വിധത്തിൽ ശിക്ഷ വരണി നമുക്കൊക്കെ എന്ന് വരണമല്ലേ. പക്ഷെ ഈ ഉമ്മത്തിന് അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട്. എന്താ അറിയോ? ഈ ഉമ്മത്തിന് മുൻ തലമുറകൾക്കുള്ള പോലെ ഒന്നിച്ചുള്ള ശിക്ഷ ഉണ്ടാകൂല. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്ന് ഇറങ്ങണമായിരുന്നു ഈ ഉമ്മത്തിനൊക്കെ. അത്രമേൽ ശിർക്കുകളും ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധൂർത്തുകളും പിന്നെ ദുർവ്യയും ഒക്കെയായി ഉമ്മത്തിന് എവിടെയാണുള്ളത്? എന്നിറങ്ങണമായിരുന്നു ശിക്ഷ. അതിന് പകരം ചെറിയ ചെറിയ ശിക്ഷ, ചെറിയതല്ല, ചെറിയത് തന്നെ, പിന്നെ രോഗങ്ങളായും വലിയ പരീക്ഷണങ്ങളായും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായി നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇസ്സത്ത് പോലും നഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുത്ത ഖുത്ബത്തിന്റെ ബാക്കിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ തഖ്വയിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. തഖ്വ എന്താണ്? എന്തിനാണ് തഖ്വ? റമദാൻ കഴിയലോടുകൂടി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നോമ്പ് എന്തിനാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നോമ്പിനെ നമ്മൾ കൊണ്ടുപോയി നോമ്പ് നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് അനുകൂലമായി പറയും വിധമുള്ള നോമ്പാക്കി തീർക്കാൻ ഞാൻ നിങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് മാത്രം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജുമുഅ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരിയാവണ്ണം മനസ്സിലാക്കി മനസ്സിനെ സ്ഫുടം ചെയ്ത് റൂഹിനെ സംസ്കരിച്ച് വിജയികളായി തീരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, വിജയികളിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.